തണൽ തേടി അലഞ്ഞവരുടെയും അവർക്ക് തണൽ ഒരുക്കി നൽകിയവരുടെയും കഥകൾ പറയുന്ന തണൽ പ്രോഗ്രാമിൽ ഈ ആഴ്ച നാം പരിചയപ്പെടുന്നത് പത്തനംതിട്ട ജില്ലയിൽ മാക്കാംകുന്നിൽ പ്രവർത്തിച്ചു വരുന്ന മാർ ഗ്രിഗോറിയോസ് ശാന്തി സദനത്തിൻ്റെ വിശേഷങ്ങളാണ്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ തുമ്പമൺ ഭദ്രാസനാധിപനായിരുന്ന കാലം ചെയ്ത അഭിവന്യ ഫിലിപ്പോസ് മാർ യൗസേബിയോസ് തിരുമേനിയുടെ ആഗ്രഹപ്രകാരമാണ് 2006 മാർ ഗ്രിഗോറിയോസ് ശാന്തി സദനം പത്തനംതിട്ട മാക്കാംകുന്നിൽ സ്ഥാപിതമായത്. അഭിവന്യ ഫിലിപ്പോസ് മാർ യൗസേബിയോസ് തിരുമേനിയുടെ 75ാം ജന്മദിനമായിരുന്ന 2006 ജൂൺ 16 നിരാലംബരാക്കപ്പെട്ട 3 പേരെ സ്വീകരിച്ചുകൊണ്ട് പത്തനംതിട്ട മാക്കാംകുന്നിൽ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ തുമ്പമൺ ഭദ്രാസനത്തിന് കീഴിൽ മാർ ഗ്രിഗോറിയോസ് ശാന്തി സദനം പ്രവർത്തനം ആരംഭിച്ചു. മാർ യൗസേബിയോസ് തിരുമേനിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം 2006 മുതൽ മാർ ഗ്രിഗോറിയോസ് ശാന്തി സദനം ഡയറക്ടറായി വെരി റവറൻഡ് ബെർസ്കിപ്പ റെമ്പാൻ നടിയത്ത് ശുശ്രൂഷ ചെയ്തു വരുന്നു. രണ്ടായിരത്തി തുമ്പമൺ ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പോലിത്തയായിരുന്ന ഫിലിപ്പോസ് മാർ യൂസബിയസ് തിരുമേനിക്ക് പത്തനംതിട്ടയിൽ ഒരു വൃദ്ധസദനം തുടങ്ങണമെന്ന ആഗ്രഹം ഉണ്ടാവുകയും വന്ന തിരുമേനി തുമ്പമൺ ഭദ്രാസനത്തിലെ സുവിശേഷ സംഘങ്ങളും ആലോചിക്കുകയും തുടർന്ന് ഭദ്രാസന കൗൺസില് ഭദ്രാസനത്തിലെ ആത്മീയ സംഘടനാ പ്രവർത്തകരെയെല്ലാം വിളിച്ചുകൂട്ടി ആലോചിക്കുകയും മാക്കാംകുന്ന് സെൻറ്റ് സ്റ്റീഫൻസ് ഓർത്തഡോക്സ് കത്തീഡ്രലിന് സമീപം മാർ ഗ്രിഗോറിയോസ് ശാന്തി സദനത്തിന് വേണ്ടി 36 സെൻറ്റ് സ്ഥലവും 2850 സ്ക്വയർ ഫീറ്റുള്ള ഒരു കെട്ടിടവും വിലയ്ക്ക് വാങ്ങി. ഈ സമയത്ത് റാന്നി ഹോളി ട്രിനിറ്റി ആശ്രമത്തിലേക്ക് അഭിവന്യ തിരുമേനി ഒരു കത്ത് കൊടുത്തു. എന്നെ റാന്നി ആശ്രമത്തിൽ നിന്ന് പത്തനംതിട്ടയിലെ മാർ ഗ്രിഗോറിയോസ് ശാന്തി സദനം സ്ഥാപിക്കുന്നതിന് വേണ്ടി വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ആശ്രമ ചാപ്റ്ററിൻ്റെ തീരുമാനപ്രകാരം 2006 മാർച്ച് മാസം 30-ാം തീയതി ഞാൻ ഈ ശാന്തി സദനത്തിലേക്ക് വന്നു. ഇവിടെ ഒറ്റയ്ക്കായിരുന്നു താമസം. സാധാരണ ഒരാൾ ഒരു വീട്ടിലേക്ക് വരുമ്പോൾ അവർക്ക് കുടിക്കാൻ ഒരു ഗ്ലാസ്സോ പാത്രങ്ങളോ ഒക്കെ കാണും. എന്നാൽ ഞാൻ വന്നപ്പോൾ എനിക്കിവിടെ ഒന്നും കിട്ടിയില്ല. അന്ന് രാത്രിയിൽ ഒരു ചിരട്ടയിലാണ് ഞാൻ ഉപ്പ് കലക്കിയത്, ഒരു ചിരട്ടയിലാണ് ഞാൻ വെള്ളം കുടിച്ചത്. ഞാൻ വരുമ്പോഴൊരു കുക്കറും മേടിച്ചുകൊണ്ടാണ് വന്നത്. അതിൽ കഞ്ഞി വെച്ചു. ഈ കഞ്ഞിയിൽ ഉപ്പൊഴിച്ച് കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തുമ്പമൺ ഭദ്രാസനത്തിലെ സുവിശേഷ പ്രവർത്തകനായ അജി വർഗീസ് അവിടേക്ക് കടന്നു വന്നു. ഞാൻ ഈ കഞ്ഞി കുടിക്കുന്നത് കണ്ടിട്ട് ഈ അജി വർഗീസ് ഓടിപ്പോയി രാത്രി 9 മണിക്ക് എവിടെ നിന്നോ ഒരു കണ്ണിമാങ്ങായുടെ അച്ചാർ വാങ്ങി എനിക്ക് കൊണ്ടു തന്നു. അത് കൂട്ടിയാണ് ഞാൻ ആദ്യത്തെ ദിവസം കഞ്ഞി കുടിച്ചു. പിന്നീട് ബാക്കി ക്രമീകരണങ്ങൾ പെട്ടെന്ന് ചെയ്യുകയും ഇവിടെ ഒറ്റയ്ക്ക് താമസിച്ചുകൊണ്ട് ശാന്തി സദനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ്. 2006 ജൂൺ മാസം 16-ാം തീയതി തുമ്പമൺ ഭദ്രാസനാധിപനായിരുന്ന അഭിവന്യ ഫിലിപ്പോസ് മാർ യൂസബിയോസ് തിരുമേനിയുടെ 75ാം ജന്മദിനത്തിൽ 3 പേരെ സ്വീകരിച്ചുകൊണ്ട് മാർ ഗ്രിഗോറിയോസ് ശാന്തി സദനത്തിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു.
ഇന്ന് 20 വർഷത്തിലേക്ക് കടക്കുകയാണ്. ഇതിനോടകം ഈ 2006 മുതൽ 2025 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഏതാണ്ട് 71 പേർ ഇവിടെ കിടന്ന് മരിച്ചു. ഈ 71 പേർക്ക് മരണസമയത്ത് വെള്ളം കോരിക്കൊടുക്കുവാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. ഇവിടെ ജാതിയില്ല, മതമില്ല. ഇവിടെ കുറേ നിർദ്ധരായ മനുഷ്യർ മാത്രമേ ഉള്ളൂ. ഇവിടെ ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, ആദ്യകാലങ്ങളിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരുമുണ്ട് ആയിരുന്നു. എന്നാലിപ്പോൾ ഇവിടെ ഹിന്ദു സമുദായത്തിലും ക്രിസ്ത്യൻ സമുദായത്തിലുമുള്ളവരാണ് ഭൂരിപക്ഷവും. മുസ്ലിം സമുദായത്തിൽ നിന്ന് ആരും തന്നെ ഇവിടെ ഇല്ല. ഇന്ന് ജീവിത സായന്തനത്തിലെത്തിയ 46-ൽ പരം വൃദ്ധ മാതാപിതാക്കന്മാർ ഈ സ്ഥാപനത്തിൽ അഭയം കണ്ടെത്തിയിരിക്കുന്നു. സമൂഹത്തിലെ സുമനസ്സുകളുടെ സഹായ സഹകരണങ്ങളാലാണ് ഈ സ്ഥാപനത്തിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ഞാൻ ഈ മാർ ഗ്രിഗോറിയോസ് ശാന്തിസ്ഥാനത്തിൻ്റെ ഇപ്പോഴത്തെ സെക്രട്ടറിയാണ്. 2009 മുതൽ 2022 വരെ ഇതിൻ്റെ ട്രഷററായിട്ട് സേവനം അനുഷ്ഠിച്ചു. അതിനുശേഷം 2023 മുതൽ ഇതിൻ്റെ സെക്രട്ടറിയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് തുമ്പോൺ ഭദ്രാസനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ പ്രവർത്തിക്കുന്നൊരു വൃദ്ധസദനമാണ്. അഭിമന്യനായ പീലിപ്പോസ് മാർ യൗസേബിയോസ് തിരുമേനിയുടെ കാലഘട്ടത്തിൽ തിരുമേനിയുടെ താല്പര്യപ്രകാരം ഭദ്രാസന സുവിശേഷ സംഘവുമായിട്ട് ചേർന്ന സുവിശേഷ സംഘത്തിൻ്റെ ചുമതലയിൽ അന്ന് ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണിത്. ഇപ്പോൾ ഏതാണ്ട് 46 പേര് ഇവിടെ താമസിക്കുന്നുണ്ട്. എല്ലാം പ്രായമായ വൃദ്ധ ജനങ്ങളാണ്. വീട്ടിൽ നോക്കാനും അങ്ങനെ കഴിയാനുള്ള ബുദ്ധിമുട്ടുള്ള ആളുകളാണ് ഇവിടെ താമസിക്കുന്നത്. അവരെ പരിപാലിക്കുന്ന ഒരു സ്ഥാപനമായിട്ടാണ് ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. 10 ജോലിക്കാരിവിടെയുണ്ട്. അവർ എല്ലാവരുടെയും കാര്യങ്ങളെല്ലാം വളരെ ക്ഷേമമായിട്ട് അന്വേഷിച്ച് അതിൻ്റെ പ്രവർത്തനം അവരെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സാമ്പത്തികമായിട്ട് വളരെയധികം ആൾക്കാർ ഇതിന് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭംഗിയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ ഇത് ഒരു എക്സ്പാൻഷൻ്റെ പ്ലാനായിട്ട് തൊട്ടടുത്ത് കിടക്കുന്ന ഒരു 15 സെൻറ്റ് സ്ഥലം കൂടെ വാങ്ങിച്ചു. അത് രജിസ്റ്റർ ചെയ്ത് അതും ഇതിൻ്റെ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കായിട്ട് വിനിയോഗിക്കാനായിട്ട് താല്പര്യപ്പെടുന്നു. ഭദ്രാസന സുവിശേഷ സംഘമാണ് മുൻകൈ എടുത്തതിൻ്റെ പണപ്പിരിവും കാര്യങ്ങളെല്ലാം നടത്തിയത്. അതുപോലെ തന്നെ ധാരാളം ആളുകൾ ഇതിനുവേണ്ടി പ്രവർത്തിക്കുകയും സാമ്പത്തികമായ സഹായങ്ങൾ ചെയ്യുകയും ചെയ്തു. ഇതിന് സംഭാവന നൽകുന്ന കുറേ ആൾക്കാരുണ്ട്. അതിൻ്റെ പിൻബലത്തിലാണ് ഇത് ഭംഗിയായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രായമായ ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ഭംഗിയായിട്ട് അവർക്ക് വളരെ നല്ല രീതിയിൽ ഇവിടെ താമസിച്ച് അവരുടെ ശിഷ്ടകാലം വിനിയോഗിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവർക്കുള്ള റിക്രിയേഷൻ ഫെസിലിറ്റീസും അവർക്കുള്ളതായ എല്ലാ സൗകര്യങ്ങളും മെഡിക്കലും അതുപോലെ ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം അവർക്ക് ഫ്രീ ആയിട്ട് കൊടുത്ത് ഇങ്ങനെ പരിപാലിച്ചുകൊണ്ടിരിക്കുകയാണ്. തുമ്പോൺ ഭദ്രാസനത്തിലെ 3 വൃദ്ധസദനങ്ങൾ പ്രവർത്തിക്കുന്നതിൽ ആദ്യത്തേതാണിത്. ഇത് നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നുണ്ട്. ജനങ്ങളുടെ എല്ലാവിധ പിന്തുണയും സഹായ സഹകരണങ്ങളും സപ്പോർട്ടും കൊണ്ടാണ് ഇത് ഭംഗിയായിട്ട് മുമ്പോട്ട് പോകുന്നത്. ബഹുമാനപ്പെട്ട ബെസ്കി പറമ്പാച്ചൻ ആദ്യകാലം മുതൽ ഇതിൻ്റെ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ഇതിൻ്റെ ഡയറക്ടറായിട്ട് സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. കൂടാതെ ഒരു 11 പേരടങ്ങുന്ന ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും 41 പേരുള്ള ഒരു ജനറൽ ബോഡിയുമാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. അത് കാലാകാലങ്ങളിൽ അത് ഇവിടെ സമ്മേളിച്ച് അതിൻ്റെ തീരുമാനങ്ങളെടുക്കുകയും അതനുസരിച്ച് മുമ്പോട്ട് പോകുന്നു. അഭിമന്യ യൗസേബിയോസ് തിരുമേനിക്ക് ശേഷം അഭിമന്യ ക്ലിമ്മീസ് തിരുമേനി ഇതിൻ്റെ പ്രസിഡൻ്റായിട്ട് സേവനം അനുഷ്ഠിച്ചു. തിരുമേനി സ്ഥാനം ഒഴിഞ്ഞതിനെ തുടർന്ന് നമ്മുടെ സെറാഫിൻ തിരുമനസ്സുകൊണ്ടാണ് ഇപ്പോൾ ഇതിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ
പ്രസിഡൻ്റായിട്ട് സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇക്കാലയളവിൽ 60 വയസ്സ് മുതൽ 96 വയസ്സ് വരെ പ്രായമുള്ള മാതാപിതാക്കന്മാരാണ് ഇവിടെ കഴിഞ്ഞു വരുന്നത്. ഈ സ്ഥാപനത്തിൽ 60 വയസ്സ് കഴിഞ്ഞവരെയാണ് ഇവിടെ പ്രവേശിക്കുന്നത്. ഇപ്പോൾ 60 വയസ്സ് മുതൽ 96 വയസ്സ് വരെയുള്ളവർ ഇവിടെ താമസിക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് എനിക്ക് പറയുവാനുള്ളത്, വിശുദ്ധ വേദപുസ്തകത്തിൽ പരിശുദ്ധ പൗലോസ്ലീഹ പറയുന്നുണ്ട്, നിനക്ക് ദീർഘായുസ്സുണ്ടായിരിക്കാൻ നിൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. നാം ഓരോരുത്തരും നമ്മുടെ മാതാപിതാക്കളെ ബഹുമാനിക്കുകയും അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുകയും ചെയ്യണം. ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് നോക്കി വളർത്തിയ മാതാപിതാക്കൾ ഇന്ന് പലർക്കും ഒരു ഭാരമാണ്. നമ്മളൊന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ, നമുക്കൊരു പനി വന്നപ്പോൾ, നമുക്കൊരു രോഗം വന്നപ്പോൾ നമ്മുടെ മാതാപിതാക്കൾ ഉറക്കളച്ച് നമ്മളെ ശുശ്രൂഷിച്ചത് നാം എത്ര പേർ ഓർക്കുന്നുണ്ട്? ഇന്ന് പണം സമ്പാദിക്കുവാനായി എല്ലാവരും നെട്ടോട്ടമാണ്. ഈ ഓട്ടത്തിനിടയിൽ പലരെയും നമ്മൾ മറന്നു പോകും. നമുക്ക് നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിക്കുവാനും കരുതുവാനും കഴിയണം. നാം ഓരോരുത്തരും നമ്മോട് തന്നെ ഒന്ന് ചോദിക്കുക, എൻ്റെ മാതാപിതാക്കളോട്, എൻ്റെ സഹോദരങ്ങളോട്, എൻ്റെ ബന്ധുമിത്രാദികളോട്, എൻ്റെ ചാർച്ചക്കാരോട് എൻ്റെ പെരുമാറ്റം എന്താണ്? അവരുടെ വേദന എൻ്റെ വേദനയാണെന്ന് പറയുവാൻ നമുക്ക് എത്ര പേർക്ക് കഴിയും? പ്രിയമുള്ളവരെ, രക്തബന്ധത്തിന് വലിയ വിലയുണ്ട്. ഞാനത് നല്ലവണ്ണം മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ്. 60 വയസ്സ് കഴിഞ്ഞ വൃദ്ധ മാതാപിതാക്കന്മാർക്കാണ് ഈ സ്ഥാപനത്തിൽ അഭയം നൽകി വരുന്നത്. ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയുടെ തുമ്പമൺ ഭദ്രാസനത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇത്. ഇതിൻ്റെ പേര് മാർ ഗ്രിഗോറിയോസ് ശാന്തി സദനം എന്നാണ്. ഇത് ആരോരുമില്ലാതെ വഴിയോരങ്ങളിലും മറ്റ് വീടുകളിലുമായിട്ട് പാർക്കുന്ന ആൾക്കാരെ വസിപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. അവർക്ക് വേണ്ട എല്ലാ ചെലവുകളും മെഡിക്കൽ ഉൾപ്പെടെ ചെയ്തു കൊടുക്കാൻ ഇവിടെ പ്രാപ്തരാണ്. അതിനുവേണ്ടി സന്നദ്ധരായിട്ട് പ്രവർത്തിക്കുന്നത് പലരുടെയും സഹായം സ്വീകരിച്ചാണ്. ഇതിന് മേൽനോട്ടം വഹിക്കുന്നത് ഞങ്ങളുടെ ബസ്കീപ്പ എറമ്പാച്ചൻ ആണ്. സെക്രട്ടറിയായിട്ട് TJ ചെറിയൻ സാറും ട്രഷററായിട്ട് ഞാനും പ്രവർത്തിക്കുന്നു. ഏതാണ്ട് 4 വർഷക്കാലമായിട്ട് ഞാൻ ഇതിൻ്റെ ട്രഷറായിട്ടുള്ള ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ വരുന്ന സാമ്പത്തിക സഹായത്തിൻ്റെ കണക്കുകൾ മൊത്തത്തിൽ അത് ചിട്ടപ്പെടുത്തുന്നത് എൻ്റെ ഉത്തരവാദിത്വത്തിലാണ്. എറമ്പാച്ചന് അതിന് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു തരുന്നുണ്ട്. ഇവിടെ ഏകദേശം അന്തേവാസികൾ ഉൾപ്പെടെ 55 പേരോളം ഇവിടെ നിലവിൽ ഉണ്ട്. അതിലേതാണ്ട് ഒരു 10 പേരോളം പെർമനൻ്റായിട്ട് അവരെ ശമ്പളത്തിന് വെച്ചിരിക്കുന്നു. അല്ലാതെ അന്തേവാസികളായവരിൽ തന്നെ പലർക്കും പല ജോലികളും ചെയ്യാൻ കഴിവുള്ളവരാണ്. അവരെ അവരുടെ ചെയ്യാനുള്ള പ്രാപ്തി അനുസരിച്ചുള്ള ജോലികൾ ഇവിടെ ചെയ്യിക്കാറുണ്ട്. അങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. എല്ലാവരുടെയും എല്ലാവിധത്തിലുള്ള അസൗകര്യങ്ങളെയും സൗകര്യങ്ങളാക്കി മാറ്റി കൊടുത്തുകൊണ്ടാണ് ഇവിടെ പ്രവർത്തന ശൈലികൾ നടക്കുന്നത്. അസുഖത്തിൻ്റെ എല്ലാ ഡോക്ടർമാരും ഇവിടെ വന്ന് പീരിയോഡിക്കലി ചെക്ക് ചെയ്യാറുണ്ട്. അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാറുണ്ട്.
മരുന്നുകൾ അവൈലബിളായിട്ട് ഗവൺമെൻറ് സഹായത്തോടു കൂടി കിട്ടാറുണ്ട്. ഗവൺമെൻറ് ഗ്രാൻറ്റ് കിട്ടുന്ന ഒരു സ്ഥാപനമാണ്. എല്ലാവിധ അംഗീകാരത്തോടു കൂടിയും പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായിട്ടാണ് ഇതിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ സാമ്പത്തിക സഹായം കിട്ടുന്നത് ജനങ്ങളിൽ നിന്നാണ്. ഇവിടുത്തെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി മഹാമനസ്കരായ പല ജനങ്ങളും ഉണ്ട്. അത് 3 മെത്തേഡിലാണ് ഞങ്ങൾ പണം സ്വീകരിക്കുന്നത്. ഒന്ന് ആഹാരത്തിന് വേണ്ടി സ്വീകരിക്കും, ഒന്ന് ഡൊണേഷനായിട്ട് സ്വീകരിക്കും, ഒന്ന് സ്ഥിരമായി തരുന്ന ഫ്രണ്ട്സ് ഓഫ് സദനം എന്ന് പറയും. അങ്ങനെ സ്ഥിരമായിട്ട് തരുന്നവരുണ്ട്. അതായത് മരുന്ന് വാങ്ങിക്കാനായിട്ടൊരു പർട്ടിക്കുലർ എമൗണ്ട്, അവരുടെ ആഹാരത്തിനായിട്ടുള്ള ഒരു പർട്ടിക്കുലർ എമൗണ്ട്, അല്ലെങ്കിൽ ഒരാളുടെ മൊത്ത ചെലവ് ഒരാൾ വഹിക്കുന്നു. അങ്ങനെയുള്ള സഹായങ്ങൾ സ്വീകരിക്കാറുണ്ട്. ഇതുവരെയും സാമ്പത്തികമായിട്ട് സഹായത്തിന് ബുദ്ധിമുട്ടുകളൊന്നും കൂടുതലായിട്ട് ഞങ്ങൾ വന്നിട്ടില്ല. മേലിലും അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മഹാമനസ്കരായ ആൾക്കാർ ഒരുപാടുണ്ട്. അവരെ തക്ക സമയത്ത് തന്നെ എറമ്പാച്ചൻ വിളിച്ചറിയിക്കുകയും സഹായങ്ങൾ കിട്ടുകയും ചെയ്യുന്നുണ്ട്. ജനങ്ങൾക്ക് ഇവിടുത്തെ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പോകുന്നുവെന്ന് മനസ്സിലായതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ജനങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ഇതിനകത്ത് കൂടുതലായിട്ടുള്ളത്. ജനങ്ങളുടെ എല്ലാ സഹായങ്ങളും, മറ്റെന്തെങ്കിലും അത്യാവശ്യങ്ങൾ ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർമാർ വരാറുണ്ട്. ഒരു ആംബുലൻസ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അത് വെളിയിൽ ആർക്കെങ്കിലും അത് ഉപയോഗിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനുവേണ്ടി വിട്ടുകൊടുക്കാറുണ്ട്. അങ്ങനെ വളരെ സന്നദ്ധരായിട്ടുള്ള പല ജനങ്ങളുടെയും സഹായ സഹകരണങ്ങളോട് കൂടിയാണ് ഈ ഒരു സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഇതിനോട് ചേർന്ന് കുറേ സ്ഥലങ്ങൾ ഞങ്ങളിപ്പോൾ വാങ്ങിച്ചു. അത് കുറേ കൂടെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പഴയ ബിൽഡിങ്ങും പഴയ ഫെസിലിറ്റീസും ആയതുകൊണ്ട് അതിനെ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത അനുസരിച്ച് അതിനെ ഞങ്ങൾ വിപുലീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള കാര്യങ്ങളൊക്കെ എറമ്പാച്ചൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ ബഡ്ജറ്റുകൾ തയ്യാറാക്കുന്നു, അതിൻ്റെ സാമ്പത്തികം കണ്ടെത്തുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നിലവിൽ ഇത് ജനങ്ങൾക്ക് വളരെ പ്രയോജനപ്പെടുന്ന ഒരു കാര്യമായിട്ട് തന്നെയാണ് പോകുന്നത്. ഇവിടെ വരുന്ന വയോജനങ്ങളെ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമ്പോഴും അവരുടെ ഒരു കറക്റ്റായിട്ടുള്ള വേരിഫിക്കേഷൻസ് നടത്താറുണ്ട്. അത് പോലീസ് മുഖേന തന്നെയാണ് ചെയ്യുന്നത്. അവരുടെ സർട്ടിഫിക്കറ്റോടുകൂടിയും വഴിയോരങ്ങളിലൊക്കെ കിടക്കുന്ന അനാഥരായ ആൾക്കാരെ പോലീസ് കൊണ്ടുവന്നാക്കും. അല്ലെങ്കിൽ അതിന് വ്യക്തമായ റെക്കോർഡുകൾ ഇവിടെ സൂക്ഷിക്കാറുണ്ട്. അവരുടെ ബന്ധുക്കളുടെ ഡീറ്റെയിൽസ് ഞങ്ങൾ എടുക്കാറുണ്ട്. അവർക്ക് എന്തെങ്കിലും അബദ്ധങ്ങളോ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ടവരെ തക്ക സമയത്ത് അറിയിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പ്രായമായ ആരോരുമില്ലാതെ കിടക്കുന്ന ഒരവസ്ഥ ഇന്ന് നമ്മുടെ നാട്ടിൽ പരന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലും ഇവിടെ അവർക്ക് വേണ്ട എല്ലാ കരുതലുകളും ഏർപ്പാട് ചെയ്യുന്നുണ്ട്. അതിന് എറമ്പാച്ചൻ നേതൃത്വം നൽകുന്നു. ഞങ്ങളുടെ ഭദ്രാസന തിരുമേനി അതിന് മുഖ്യ മേൽനോട്ടം വഹിക്കുന്നു. എഴുപത്തിയൊന്ന് പേരുടെ ജീവിതാന്ത്യ നിമിഷങ്ങളിൽ പ്രാർത്ഥനയോടെ കൂടിയിരിക്കുവാനും അവർ ശാന്തമായ നിത്യനിദ്രയിലേക്ക് പ്രവേശിക്കുന്നതിന് സാക്ഷിയാകുവാനും കാലം വന്യ ബർസ്കിപ്പ റമ്പാച്ചന് അവസരം നൽകി. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ മുന്നമേ സൂചിപ്പിച്ചത് 71 പേരാണ് എൻ്റെ കയ്യിലിരുന്ന് മരിച്ചത് ഈ ദിവസം വരെ. ഈ 71 പേരുടെയും അവരുടെ മരണസമയമൊക്കെ അടുത്ത് വരുമ്പോൾ അവരുടെ വേദനകളും പ്രയാസങ്ങളുമൊക്കെ കാണുമ്പോൾ ശാന്തമായി ഞാൻ പ്രാർത്ഥിക്കുന്ന ചാപ്പലിൻ്റെ മദ്ബഹായുടെ മുൻപിൽ, ആ ബലിപീഠത്തിൻ്റെ മുൻപിൽ, ആ ത്രോണോസിൻ്റെ മുൻപിൽ വന്ന് ഞാൻ മുട്ടുകുത്താറുണ്ട്. ദൈവമേ, ഈ അപ്പച്ചന്, ഈ അമ്മച്ചിക്ക്, ഈ അപ്പൂപ്പന്, ഈ അമ്മൂമ്മയ്ക്ക് ശാന്തമായ അന്ത്യം കൊടുക്കണമേ, ശാന്തമായ അന്ത്യം കൊടുക്കണമേ. അറിഞ്ഞോ അറിയാതെയോ ഈ അമ്മയുടെ, ഈ അച്ഛൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ നിൻ്റെ കരുണ ആ സമുദ്രത്തിൽ കഴുകി വെടിപ്പാക്കി ശുദ്ധിമാന്മാർക്കും ശുദ്ധിമതികൾക്കുള്ള ആഖരിയും അവകാശം കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഈ പ്രാർത്ഥന കഴിഞ്ഞ് ചെല്ലുമ്പോൾ പലപ്പോഴും പലരും വെപ്രാളപ്പെട്ട് കയ്യും കാലും അടിച്ച് കിടന്നവർ ശാന്തമായി കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട്
നമ്മുടെ രോഗത്തിൻ്റെ നടുവിലും നമ്മുടെ ജീവിതാന്ത്യത്തിൻ്റെ നടുവിലുമൊക്കെ നമ്മൾ ഏറ്റവും അടുത്ത് ദൈവത്തോട് ചേർന്ന് നിൽക്കണം. ദൈവത്തോട് ചേർന്ന് നിൽക്കുമെങ്കിൽ അവൻ നമ്മുടെ കൂടെ വരും, നല്ല അന്ത്യത്തിന് യോഗ്യനാക്കും, യാതൊരു സംശയവും വേണ്ട. ഇവിടെ എൻ്റെ കയ്യിൽ ഇരുന്ന് മരിച്ചവർ സമൂഹത്തിലെ ഉന്നതരായ വ്യക്തികളാണ്. ആരും വശക്കാരല്ല. ഒരു കാലത്ത് നല്ല ജീവിതം നയിച്ചവർ. എന്നാൽ അവരുടെ ജീവിതത്തിൽ എത്രമാത്രം ഒരു ദൈവത്തെ കൂടെ കൊണ്ടു നടന്നു എന്ന് എനിക്കറിയില്ല. അത് അവർക്കും ദൈവത്തിനും മാത്രമേ അറിയുകയുള്ളൂ. അതുകൊണ്ട് നാം നമ്മുടെ മക്കൾക്ക് വേണ്ടി പണമോ പ്രതാപമോ ബാങ്ക് ബാലൻസോ മണിമാണികളോ അല്ല സമ്പാദിക്കേണ്ടത്. നേരെ മറിച്ച് ദൈവത്തെ അവർക്ക് കാണിച്ചു കൊടുക്കണം. ഇതിനു മുമ്പുള്ള പല വീഡിയോകളിലും ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്നുള്ള പല സംഭവങ്ങളും. അത് ഒന്നും തന്നെ ഞാനിവിടെ വിവരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. റാന്നി ഹോളി ട്രിനിറ്റി ആശ്രമ അംഗമായിരുന്ന വന്യ ബെർസ്കി പാരമ്പാച്ചൻ കഴിഞ്ഞ 20 വർഷത്തോളമായി ഈ സ്ഥാപനത്തിൻ്റെ ഭരണ ചുമതലകൾ ദൈവസ്നേഹത്തിൽ നിർവഹിച്ചു വരുന്നു. ഇന്ന് എന്നോടൊപ്പം ഇവിടെ ഈ ശാന്തിസദനത്തിൽ സ്റ്റാഫ് ഉൾപ്പെടെ 55ഓളം പേരാണ് താമസിക്കുന്നത്. ഇവരുടെ എല്ലാ കാര്യങ്ങളും ഞാൻ ശ്രദ്ധിക്കുന്നു. ഞാൻ പറയും, എനിക്ക് ആയുസ് ദൈവം നീട്ടിത്തന്നത് ഇവരെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടിയാണ്. ഈ സ്ഥാപനത്തിൽ ഞാനിവിടെ കഴിയുമ്പോൾ എനിക്ക് എത്രയെത്ര അനുഭവങ്ങളാണ് ഉള്ളത്, എത്രയെത്ര വേദനകളാണ് ഞാൻ കാണുന്നത്. ഒരു സെൻറ്റ് ഭൂമിക്ക് വേണ്ടി മക്കൾ തമ്മിൽ തല തല്ലിക്കേറുന്നു. വാശിയും വൈരാഗ്യവും പണത്തെ ചൊല്ലി സ്വന്തം അമ്മയുടെ മൃദുശരീരം പോലും ഏറ്റുവാങ്ങുവാൻ മടിക്കുന്ന മക്കൾ. വല്ലാത്തൊരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മനുഷ്യനെ മനുഷ്യനായി കാണുവാൻ കഴിയുന്നില്ല. എല്ലാവർക്കും സ്വാർത്ഥത. ഞാനും എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കൾ, എൻ്റേത്. നാം ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുമ്പോൾ എന്തെങ്കിലും കൂടെ കൊണ്ടുപോകുന്നുണ്ടോ? ആരെങ്കിലും ഒരു നല്ല വസ്ത്രം നൽകിയാൽ അത് മാത്രമേ നമുക്ക് കൊണ്ടുപോകാനുള്ളൂ. അടുത്ത കാലത്ത് ഒരു സ്ത്രീ എന്നോട് പറയുകയുണ്ടായി, അടുത്ത വീട്ടിലെ ഒരമ്മ മരിക്കുമ്പോൾ 3-4 മരുമക്കൾ കൂടി അമ്മയുടെ അലമാരി പരിശോധിച്ചു. മക്കൾ ഓരോരുത്തരും നല്ല സാരികൾ, മരുമക്കൾ ഓരോരുത്തരും നല്ല സാരികൾ നോക്കി അവർ തിരഞ്ഞെടുത്തു. അവസാനം അമ്മയ്ക്ക് ഈ ലോകത്തിൽ നിന്ന് കൊടുത്തു വിടുവാനായി ഒരു പൊടിഞ്ഞ സാരിയാണ് കിട്ടിയത്. നല്ലതെല്ലാം മരുമക്കൾ എടുത്തു. അവർ ചോദിച്ചു, ഈ കുഴി കൊണ്ടുവന്ന് എന്തിനാണ് ഈ നല്ല സാരി കൊടുക്കുന്നത്? എന്തായാലും ഇത് ദ്രവിച്ചു പോകാനുള്ളത്, പൊടിഞ്ഞു പോകാനുള്ളതാണ്. അതുകൊണ്ട് ആ ഒരു ഏറ്റവും മോശമായ ഒരു സാരിയാണ് അമ്മയ്ക്ക് കൊടുക്കാൻ മക്കളെ തിരഞ്ഞെടുത്തത്. കടന്നു പോകുമ്പോൾ പോലും ഒരു നല്ല വസ്ത്രം കൊടുക്കുവാൻ മടിക്കുന്ന ഒരു സമൂഹത്തെയാണ് ഇന്ന് കാണുന്നത്. നിങ്ങൾ അന്യോന്യം സ്നേഹിപ്പീൻ, എന്നാൽ ലോകം നിങ്ങളെൻ്റെ സഹോദരന്മാരെന്ന് വിളിക്കപ്പെടും. ഇന്ന് സ്നേഹമില്ല, കരുതലില്ല.
അതുകൊണ്ട് ഈ ശാന്തി സദനത്തിലെ എൻ്റെ ജീവിതാനുഭവത്തിൽ എനിക്കൊന്ന് പറയുവാനുണ്ട്. എല്ലാ അമ്മമാരോടും എനിക്ക് പറയുവാനുള്ളത്, നിങ്ങളുടെ മരുമക്കളെ നിങ്ങൾ മക്കളായി കാണും. മരുമക്കളോട് എനിക്ക് പറയുവാനുള്ളത്, നിങ്ങളുടെ അമ്മായിയമ്മയെ അമ്മയായി കാണണം. മരുമകളെ മകളായി കാണാത്ത പക്ഷം അവിടെ അസമാധാനമായിരിക്കും. അമ്മായിയമ്മയെ അമ്മയെ ആയി കാണാത്ത ഭവനങ്ങൾ അസ്വസ്ഥമായിരിക്കും. പരസ്പരം കൂടിയാലോചിച്ച് വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുവാൻ എല്ലാവർക്കും കഴിയണം. ജീവിത വഴികളിൽ ആതുര ശുശ്രൂഷ രംഗത്ത് സഹജീവി സ്നേഹത്തിൽ അധിഷ്ഠിതമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി മാക്കാങ്കുന്ന് മാർ ഗ്രിഗോറിയോസ് ശാന്തി സദനവും ശാന്തി സദനം ഡയറക്ടർ വന്യ ബെർസ്കിപ്പ റംബാച്ചനും ജീവിതവും ശുശ്രൂഷകളും തുടരുകയാണ്. മാക്കാങ്കുന്ന് മാർ ഗ്രിഗോറിയോസ് ശാന്തി സദനം വൃദ്ധസദനത്തിൻ്റെ വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ട് തണൽ പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.